Good morning, pineapple. Looking very good, very nice. Good morning, pineapple. നിങ്ങൾക്ക് എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാൻ ഇനിയും പാട്ടുകൾ പാടുന്നതാണ്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ്, ഞാൻ മാളവിക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, ഇന്ന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പേർപ്പിൾ ഹോളാണ്. പേർപ്പിളിൽ നിന്ന് ഞാൻ ഇതിന് മുന്നേ 2-3 പ്രോഡക്റ്റ്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 1100-നുള്ളിലാണ് ഞാൻ ഇപ്പോൾ ഈ പ്രോഡക്റ്റ്സ് മൊത്തം വാങ്ങിച്ചിരിക്കുന്നത്. എനിക്ക് 6 പ്രോഡക്റ്റ്സ് കിട്ടി 1100-ൽ. ഞാൻ ആദ്യം പേർപ്പിളിൽ നിന്ന് അങ്ങനെ നോർമലി സാധനങ്ങൾ വാങ്ങാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പേർപ്പിൾ ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള, ഇപ്പം നൈക്ക് എനിക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നാറ്. പക്ഷേ ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് നല്ല സാലറി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈക്കിൽ നിന്ന് തന്നെ സാധനങ്ങളൊക്കെ ലൈക്ക് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഞാൻ അങ്ങനെ നൈക്കിൽ നിന്ന് ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് നൈക്ക കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നാറ്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. അപ്പം ഞാൻ പേർപ്പിളിൽ നിന്നും അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പേർപ്പിളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് കാണാം. അപ്പം നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ആക്കണ്ട. ഞാൻ ആക്ച്വലി ഒരുപാട് സാധനങ്ങൾ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നത് ഇവിടെ എനിക്ക് പേർപ്പിളിൽ അത്യാവശ്യം ഒരു കോംബോ ഓഫ് ആയിട്ട് കിട്ടി. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ്, സോ ഇതാണ് ഞാൻ പേർപ്പിളിൽ നിന്ന് വാങ്ങിച്ച മൊത്തത്തിലുള്ള പെട്ടി. നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. സോ എല്ലാ പ്രോഡക്ട്സിൻ്റെയും പ്രൈസ് ഞാൻ എന്തായാലും സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും ഓരോന്നിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ മേക്കപ്പ് ബ്രഷുകളുടെ ഒരു കോംബോ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിന് വന്നിരിക്കുന്നത് 10 പീസിന് 199 ആണ്. അതായത് 200 റുപ്പീസാണ് ഈ 10 പീസിന് വന്നിരിക്കുന്നത്. എനിക്കറിയില്ല ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഇനി കുറച്ച് മേക്കപ്പ് വീഡിയോസ് ഒക്കെ ചെയ്യാമെന്നാണ്. നോർമലി എനിക്ക് അങ്ങനെ ഒരുപാട് ബ്രഷ് ഒന്നുമില്ല. അപ്പം ഞാൻ ഓർത്തു ഇനി കുറച്ച് ഐ മേക്കപ്പ്, അതേപോലെ തന്നെ കുറച്ച് മേക്കപ്പ് വീഡിയോസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ബ്രഷ് വാങ്ങിച്ചത്. പിന്നെ ബ്രഷ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇങ്ങനെ വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഇതിനകത്ത് ഓരോ ടൈപ്പ് ബ്രഷുകളുണ്ട് കേട്ടോ. ലൈക്ക് ഇപ്പം ഐ ഷാഡോയ്ക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട്, ഈ ഫൗണ്ടേഷൻ ഇടാനുള്ളതുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് നല്ല സോഫ്റ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ഭയങ്കര തിക്കായിട്ടുള്ള ബ്രഷിൻ്റെ ഇതല്ല. അപ്പം നമുക്ക് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഐ ഷാഡോയിനുള്ളതും നല്ല തന്നെയാണ്. ഞാൻ കാണിച്ചുതരാം ഓരോ ബ്രഷുകളിൽ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കാം, ഇതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്രഷാണ്. ഞാൻ വാഷ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. കാരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെയാണല്ലോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് വാഷ് ചെയ്തിട്ട് ഞാൻ പിന്നത്തെ എപ്പോഴെങ്കിലും വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇത് ഇത്രയും ബ്രഷ് തന്നെ നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 199 ഇത് ആക്ച്വലി നല്ലൊരു ഓഫറാണ്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ അത്യാവശ്യം നല്ല നല്ല ടൈപ്പ് ബ്രഷുകൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഞാൻ അല്ലാതെ ഒരു ക്ലോസപ്പ് വ്യൂ കൂടി കാണിച്ചു തരാം. സോ അടുത്തായിട്ട് എനിക്കൊരു മിസല വാട്ടർ വാങ്ങണമെന്നുണ്ടായിരുന്നു മേക്കപ്പ് റിമൂവ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് 3 പ്രോഡക്റ്റാണ് ഞാൻ വാങ്ങിച്ചത്. 645 എന്തോ ആണ് എനിക്ക് 3 പ്രോഡക്റ്റ് കിട്ടിയത്. ആ 3 പ്രോഡക്റ്റ് ഞാൻ ആദ്യമേ കാണിച്ചു തരാം. ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ് ഇത് 3 ഒരു കോംബോ ഓഫിലാണ് ഇത് വന്നത്. ഇത് 3 കൂടി എനിക്ക് 645 കിട്ടിയത്. ആക്ച്വലി ഇതൊരു അടിപൊളി ഓഫറായിരുന്നു. കാരണം ഞാൻ പറയാം, ഇത് വലിയൊരു ബോട്ടിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന് 400 സംതിങ് ആണ് വരുന്നത്. അത് എനിക്ക് ഇത്രയും വലിയൊരു ബോട്ടിൽ എനിക്ക് കോംബോ ഓഫിന് കിട്ടും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചത് ഓർഡർ ചെയ്തപ്പോൾ ഒരു ചെറിയ ഇത്രയും സൈസുള്ള ഒരു ബോട്ടിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഇത്രയും വലിയൊരു ബോട്ടിൽ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് ആക്ച്വലി നല്ലൊരു ഓഫറാണ്. ഈ ലോറിയലിൻ്റെ ഈ സിറം നമുക്ക് ഹെയർ ഭയങ്കര ഫ്രിസി ആയിരിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആക്ച്വലി അടിപൊളിയാണ്. നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഇത് ടാഗ് ചെയ്ത് കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇത് വാങ്ങണം എന്നുള്ളവർ ഈ ഓഫറിൽ തന്നെ എടുത്തോ. എനിക്ക് ആക്ച്വലി ഇത് അടിപൊളി ഓഫറായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കൊരു ഫൗണ്ടേഷൻ പുതിയത് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. ഇത് ചെറിയൊരു ട്യൂബാണ്, പക്ഷേ ഇറ്റ്സ് ഓക്കെ. ലൈക്ക് മേബിലിൻ്റെ ഫൗണ്ടേഷനാണ്. മേബിലിൻ്റെ ഈ ഫൗണ്ടേഷൻ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൽ കാണിക്കുന്ന 300 സംതിങ് ആണ്. പക്ഷെ അത്രയൊന്നും ഇല്ല. 145 എന്തോ ആണ് ഇത് കിട്ടുന്നത്. 300-ലൊന്നും ഇത് കിട്ടത്തില്ല. പിന്നെ ചെറിയൊരു ക്വാണ്ടിറ്റി ഉള്ളൂ. എങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് കറക്റ്റ് ആവുമെന്ന് അറിയില്ല. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന ഷെയ്ഡ് എന്ന് വെച്ചാൽ വോം ന്യൂഡാണ് ഞാൻ എടുത്തിരിക്കുന്ന ഷെയ്ഡ്. അപ്പോൾ ഫസ്റ്റ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന, നിങ്ങൾ എൻ്റെ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ലാക്മേൻ്റെ ഫൗണ്ടേഷനാണ്. അത് അത്യാവശ്യം കുറച്ച് നാളായി. അതേപോലെ തന്നെ എനിക്ക് വേറൊരു ഫൗണ്ടേഷനും ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മെബിലിൻ്റെ ഫൗണ്ടേഷൻ ഇപ്പോൾ ട്രൈ ചെയ്യാൻ എടുത്തത്. പക്ഷേ ഈ ഒരു ഫൗണ്ടേഷൻ
ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് എനിക്ക് അറിയാത്തതുകൊണ്ട് ഒരു ചെറിയ ട്യൂബ് തന്നെ നല്ലതാണ്. ഇനിയിപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പുതിയൊരു വലിയ കുപ്പിയായിട്ടുള്ളത് തന്നെ വാങ്ങിച്ചാൽ മതിയല്ലോ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആക്ച്വലി ഈ പ്രോഡക്റ്റാണ്. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഇതല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റാണ് വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത് അടിപൊളിയാണ്. പിന്നെ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ളൊരു പ്രോഡക്റ്റാണിത്. അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇതിൽ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, ഫുൾ ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് അത്യാവശ്യം നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് ഹെയർ സിറം തന്നെയാണ്. നമുക്ക് നല്ല ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ ഇത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ് ഇതിന് വരുന്നത്. ഞാൻ ജസ്റ്റ് എൻ്റെ മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടെ. നല്ലൊരു സ്മെല്ലാട്ടോ, നല്ല സ്മെല്ലാണ്. ലൈക്ക് എന്താ പറയുക, നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചതിൽ. ഞാൻ നിങ്ങളുടെ ഞാൻ എൻ്റെ മുടിയിലിട്ടിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ ഭയങ്കര ഫ്രിസി ആയിട്ടുള്ളൊരു ഹെയർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ക്വാണ്ടിറ്റി എനിക്ക് എടുക്കേണ്ടി വരും തോന്നുന്നു. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് നമുക്കിങ്ങനെ ഒരു ഫ്രഷ് ഫീൽ വരില്ലേ, അതിൻ്റെ സ്മെല്ലാണ്. അപ്പം നമുക്ക് എന്തായാലും ഇത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ ഇത് ടാഗ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിനെപ്പറ്റി കുറേ നേരം സംസാരിച്ചു തോന്നണല്ലേ, സോറി. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം പിന്നെ വിട്ടുപോയി. ഈ മിസെല്ല വാട്ടറാണ്. എനിക്ക് ഗാർണിയറിൻ്റെ എനിക്ക് അത്യാവശ്യം നമ്മളെല്ലാവരും പണ്ടോട്ടൊക്കെ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണല്ലോ. സോ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് ജസ്റ്റ് അറിയാലോ, മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്ന, സത്യം പറഞ്ഞാൽ ഈ ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ മിസെല്ല വാട്ടറിൻ്റെ ഒക്കെ ആവശ്യമുള്ളത്. നമ്മൾ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്താൽ മതി എന്നാണ് ഞാൻ ഫസ്റ്റൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ നോർമൽ സ്കിൻ കെയർ ചെയ്താൽ പോലും മിസെല്ല വാട്ടർ വെച്ച് യൂസ് ചെയ്യണം. നൈറ്റ് ഇല്ലെങ്കിൽ ഇങ്ങനെ പിമ്പിൾസ് ഒക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ഓർഡർ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ ബാംഗ്ലൂരാണ്. നല്ല പൊടിയാണ് ഇവിടെ. നല്ല പൊടി എന്ന് വെച്ചാൽ മുടിയെന്നൊക്കെ ഇങ്ങനെ മുടിയൊക്കെ കഴുകുമ്പോഴല്ലേ ഇങ്ങനെ പൊടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഡസ്റ്റ് പോകണമെന്നൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. മുഖത്തൊക്കെ ഇങ്ങനെ നല്ല ഡസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് വാങ്ങിക്കാമെന്ന് വെച്ചാൽ, വെറുതെ എന്തിനാണ് സ്കിന്നെ മൊത്തം ചീത്താക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് 3 എൻ്റെ കോംബോ പ്രോഡക്റ്റ്. ഞാൻ ഇതിനെപ്പറ്റി കുറേ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഇങ്ങനെ. ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ അതേപോലെ തന്നെ എനിക്കിങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടുള്ള സ്മെല്ല് എനിക്ക് വന്നാലും ഭയങ്കരമായിട്ട് തലവേനിക്കും. അപ്പോൾ മേ ബി നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരായിരിക്കും. എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഡിയോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഭയങ്കര തലവേന വരും. എനിക്കിപ്പോൾ അങ്ങനത്തെ ആൾക്കാർ എൻ്റെ അടുത്ത് കൂടി പോയാൽ എനിക്ക് തല ഇങ്ങനെ പെരുത്ത് വരും. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമില്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് മറ്റേ പ്ലമ്മിൻ്റെ വാനില കുറേ ആൾക്കാർ റിവ്യൂ ചെയ്യാറുണ്ട്. ഒരുപാട് ആൾക്കാർ റിവ്യൂ ചെയ്തൊരു സാധനമാണ് മറ്റേ പ്ലം വാനിലേൻ്റെ ബോഡി മിസ്റ്റ്, ബോഡി ഓയിലൊക്കെ. അപ്പം ഞാൻ ഫസ്റ്റ് വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ റൂംമേറ്റ് സുജുല്ലേ, ആ പുള്ളിക്കാരുടെ ഇതുണ്ടായിരുന്നു. അപ്പം ഞാനത് മണത്തിട്ട് എനിക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ സ്മെല്ല്. ഒട്ടും നമുക്ക് എന്നെപ്പോലത്തെ ആൾക്കാർക്ക് എന്തായാലും ഒട്ടും ഇഷ്ടപ്പെടില്ല. അപ്പം നിങ്ങളെങ്ങനെയാണെന്ന് നിങ്ങൾ ആദ്യം ചെറുത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സ്മെൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് വേണോ വേണ്ടെന്ന് തീരുമാനിച്ചാൽ മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്മെല്ല് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം എനിക്ക് നല്ലൊരു തലവേന വരും അങ്ങനത്തെ മണമാണെങ്കിൽ. അപ്പോൾ ഞാൻ ഒരു പുതിയ സ്പ്രേ, ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ, ഇപ്പം ചില സ്മെല്ല് വന്നാൽ ഇയാളെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ലേ. എനിക്ക് അങ്ങനത്തെ ഒരു സ്മെല്ല് വേണമെന്നുണ്ടായിരുന്നു. ലൈക്ക് ആ ഒരു പെർഫ്യൂം ആ സംഭവം ഉണ്ടാവില്ലേ. അപ്പം എനിക്ക് അറിയില്ല ഇതിൻ്റെ സ്മെല്ല് എങ്ങനെയാണ്. ഞാനപ്പോൾ പ്ലമ്മിൻ്റെ വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഒന്നും പേർപ്പിളിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. നല്ലൊരു സ്പ്രേക്ക് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻഗേജിൻ്റെ ഈ ഫ്ലോറൽ ഫ്രൂട്ടി എന്നുള്ള ഒരു സ്പ്രേ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സ്മെല്ല് എങ്ങനെയാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ വാങ്ങിച്ചാണ്. നല്ല ആവണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ഓക്കെ. ഇത് ഭയങ്കര സ്ട്രോങ് സ്മെല്ലല്ല. എനിക്ക് നോർമലി ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ഈ വാനില, അങ്ങനെ കപ്പ് കേക്ക് അങ്ങനത്തെ സ്മെല്ലുകൾ ഉണ്ടല്ലോ, എനിക്ക് അങ്ങനത്തെ സ്മെല്ല് ഒട്ടും ഇഷ്ടാവുന്നില്ല. അതിന് പകരം എനിക്ക് ഫ്രൂട്ടി സ്മെല്ല് അല്ലെങ്കിൽ ഇങ്ങനെ ബീച്ച് ആ ഒരു റേഞ്ചിലുള്ള സ്മെല്ലുകൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സ്മെല്ലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇത് കുഴപ്പമില്ല, നല്ല മൈൽഡാണ്. അതേപോലെ തന്നെ ഫ്രൂട്ടി സ്മെല്ലാണ്. എനിക്ക് അങ്ങനത്തെ സ്മെല്ല് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ സ്മെല്ല് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ്. എന്താണ് എൻഗേജ് പെർഫ്യൂം സ്പ്രേ ഫ്ലോറൽ ഫ്രൂട്ടി എന്നാണ് ഇതിൻ്റെ പേര്. W2 എന്നാണ് ഇതിൻ്റെ സംഭവം. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൽ കാണിക്കുന്ന 230 എന്നാണ്. എനിക്ക് കറക്റ്റ് പ്രൈസ് ഞാൻ എത്രയാണ് വാങ്ങിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. മേ ബി 200 ആയിരിക്കും. ഞാൻ ഇതിവിടെ എന്തായാലും സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ഇത് എത്ര നേരം ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ആക്ച്വലി ലോങ് ലാസ്റ്റ് ചെയ്യുന്ന സ്പ്രേ ആയിരുന്നു വേണ്ടത്. നമുക്ക് നോക്കാം എത്ര മണിക്കൂർ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇതിനെ പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, കാരണം എന്ത് പറയാനാണ് ഇതിനെ പറ്റി. അപ്പോൾ അതിലൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് സത്യം പറഞ്ഞ ആഗ്രഹം ഉണ്ടായിരുന്നു, യൂസ് മൈ കോഡ്, എൻ്റെ കോഡ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അങ്ങനെ 10% ഓഫ് നിങ്ങൾക്ക് കിട്ടും എന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ
എനിക്കത് പറയാൻ പറ്റില്ല കാരണം എൻ്റെ കോഡില്ല. സോ നിങ്ങൾ സോ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അതിൽ. പിന്നെ എനിക്ക് വേറൊരു സാധനം കിട്ടിയേച്ച് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത്രയും നമ്മൾ പ്രോഡക്റ്റ്സ് വാങ്ങിച്ചപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഫ്രീ ആയിട്ട് അവരെന്തോ സാധനം തരുന്നുണ്ടെന്ന്. അപ്പം ഞാൻ ഓർക്ക് എന്തോ വലിയ സാധനമാണ് അവരുടെ തരുന്നതെന്ന്. പക്ഷെ എനിക്ക് അവർ തന്ന സാധനം നോക്ക്, ഇതെന്തിനാ അവരെനിക്ക് തന്നതെന്നറിയില്ല. ഹൈലറോണിക് ആസിഡിൻ്റെ ലോറിയൽ മോയ്സ്ചർ ഫില്ലിംഗ് ഷാംപൂ. ഈ ചെറിയ സാധനം വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ്? ഈ ചെറിയ സാധനം വെച്ച് ഇതിൽ എനിക്ക് ഒന്നും എൻ്റെ തലയിൽ കഴുകാൻ പോലും എനിക്ക് ഇന്നത് കിട്ടത്തില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ കുഴപ്പമില്ല. ഈ ലോറിയൽ പാരീസിൻ്റെ ഈ ഷാമ്പൂ ഞാൻ വാങ്ങണമെന്ന് ചിരിക്കുകയായിരുന്നു. അപ്പോൾ കാരണം എനിക്ക് ഈ ഷാമ്പൂ പറ്റി ഞാൻ കുറേ റിവ്യൂ കണ്ടായിരുന്നു. അപ്പോൾ നല്ലതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും അത് ട്രൈ ചെയ്യാനിരിക്കുകയായിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. 1000 വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല ഒരു 1100 ആണ് ഞാൻ ഇതിന് കൊടുത്തിട്ടുള്ളത്. ഈ ഇത്രയും പ്രോഡക്റ്റ്സ് എനിക്ക് കിട്ടിയത് എനിക്ക് ഭയങ്കര ലാഭമായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത്രയും പ്രോഡക്റ്റ്സിൽ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ ഹോൾ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും ഇങ്ങനത്തെ ഹോൾ വീഡിയോസ് ചെയ്യുന്നതാണ്. പിന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ആ ഹെയർ സിറമാണ്. അത് ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ലൊരു സാധനമാണ് കിട്ടിയിരിക്കുന്നത്. അതിന് നിങ്ങൾക്ക് എൻ്റെ സന്തോഷം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ല. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് എന്തായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്ര തന്നെയുള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.